മഹാപീഡനത്തിന്റെ പൂർവാർദ്ധമായ 3.5 വർഷമാകുമ്പോൾ അന്തിക്രിസ്തു യഹൂദന്മാരുമായി ചെയ്ത സമാധാന ഉടമ്പടി ലംഘിക്കുകയും താൻ ദൈവം എന്നു സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യും. മാത്രമല്ല തന്റെ പ്രതിമ യെരുശലേം ദേവാലയത്തിലും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലും സ്ഥാപിച്ച് അതിനെ വണങ്ങണമെന്ന് ഭൂസ്യമവാസികളോട് കൽപ്പിക്കും. എന്നാൽ രാജ്യത്തിന്റെ സുവിശേഷം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് മശിഹായുടെ വരവിനായി കാത്തിരിക്കുന്ന യഹൂദന്മാർ അന്തിക്രിസ്തുവിനെയും അവന്റെ പ്രതിമയെയും വണങ്ങുകയില്ല. തൽഫലമായി അവരിൽ നല്ലൊരു ഭാഗവും ക്രിസ്തുവിൽ വിശ്വസിച്ച ജാതികളിൽ ഒരു പങ്കും അന്തിക്രിസ്തുവിനാൽ ശിരച്ഛേദം ചെയ്യപ്പെടും. സർവ്വദേശത്തിലും 2/3 ഭാഗം ഛേദിക്കപ്പെട്ട് പ്രാണനെ വിടും. 1/3 ശേഷിച്ചിരിക്കുമെന്നു യഹോവയുടെ അരുളപ്പാട്. 1/3 ഞാൻ തീയിൽ കൂടെ കടത്തി വെള്ളി ഊതിക്കഴിക്കുന്നതുപോലെ അവരെ ഊതിക്കഴിക്കും. പൊന്ന് ശോധന കഴിക്കുന്നതുപോലെ അവരെ ശോധന കഴിക്കും. അവർ എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും ഞാൻ അവർക്ക് ഉത്തരമരുളുകയും ചെയ്യും. ഇന്ന് ഭൂമിയിൽ 160 ലക്ഷം യഹൂദന്മാരാണുള്ളത്. അന്തിക്രിസ്തുവിന്റെ കാലത്തും ഇത്രയും യഹൂദന്മാർ ലോകത്തുണ്ടായിരിക്കുമെന്ന് സങ്കൽപ്പിച്ചാൽ അന്തിക്രിസ്തുവിന്റെ പീഡനത്തെ അതിജീവിക്കുന്നവർ 53 ലക്ഷത്തിൽ പരം മാത്രമായിരിക്കും.